मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। Let's go for a ride, let's chill for a while. The weather is good, the day is so bright, it's great. We've got lots of food on our plate. Yum yum, the food is tasty. We got some burgers and donuts and pastry. Let's go for a drive, give me a high five. Together let's sing da 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 da. ഷെടാ, ഈ ലോങ് ഡ്രൈവ് പെട്ടെന്ന് ഷോർട്ടായി പോയല്ലോ. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ. ഒരുപാട് കാറുകളാണല്ലോ ഇവിടെ ഉള്ളത്. സൺസിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും നമ്മളെ പോലെ സൺഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. ഈ സംഭവത്തിനെ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ട്രാഫിക് ജാം. ജാം എന്ന് പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നത് കുറച്ച് മാംഗോ ജാം സാൻഡ്വിച്ച് കഴിച്ചേക്കാം. ട്രാഫിക് സിഗ്നൽ ഗ്രീൻ ആണല്ലോ, പിന്നെന്താ ഈ വണ്ടികളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നേ? R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. അടുത്തെവിടെയോ എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മുമ്പോട്ട് പോയി നോക്കിയേക്കാം. നമുക്കിപ്പോ മുമ്പോട്ട് പോകാൻ വഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 33 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി കീക്കോ, നീ പറഞ്ഞതുപോലെ ഫോർമുല നമ്പർ 33 ആക്ടിവേറ്റ് ചെയ്ത് നമുക്കങ്ങ് പറന്ന് പോകാം. അരെ സോറി. വാട്ടറിന് മലയാളത്തിൽ വെള്ളം എന്ന് പറയും. മാറ്റിയും മറിച്ചും സംസാരിച്ചാൽ കള്ളം എന്ന് പറയും. കേസിനെ ഫടാഫട്ട് സോൾവ് ചെയ്യുന്ന ആളിനെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. ഗുഡ് മോർണിംഗ് ചട്ട്പട്ട് അങ്കിൾ. എന്തിനും പ്രശ്നം, എവിടെയും പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. പ്രശ്നം തീരാത്ത പ്രശ്നം. സാർ ഇപ്പൊ കോഡ് ലാംഗ്വേജിൽ പറഞ്ഞതിന്റെ അർത്ഥം എങ്ങനെയാ രാവിലെ ഇങ്ങനെ ട്രാഫിക് ജാം ഉണ്ടായത്? സിറ്റിയിൽ ഓടുന്ന വണ്ടികളൊന്നും അനങ്ങുന്ന പോലുമില്ല. അതാ ഞാനും ചോദിക്കുന്നത്, എന്താ ഈ വണ്ടികൾ അനങ്ങാത്തത്? മന്ത്രമാണോ തന്ത്രമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ് സാറേ. ഏതാണ്ടൊരു കള്ളൻ സിറ്റിയിലെ വണ്ടികൾ പിന്നെ പെട്രോൾ പമ്പിലെ മൊത്തം പെട്രോളും മോഷ്ടിച്ചിരിക്കുക. പെട്രോൾ മോഷ്ടിച്ചെന്നോ? പെട്രോൾ എന്ന് പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നത്. ഞാൻ ഈ ക്രീം റോൾ ഒന്ന് കഴിച്ചോട്ടെ. എന്നിട്ട് എന്തായി? ആ പെട്രോൾ കള്ളൻ ആരാന്ന് മനസ്സിലായോ? എത്രയും വേഗം ഞാനത് കണ്ടെത്തും. ഞാനിത് വേട്ടയ്ക്കിറങ്ങി കഴിഞ്ഞു. എത്രയും വേഗം ഞാൻ അവനെ കണ്ടെത്തും. കാരണം ഇദ്ദേഹത്തിന്റെ പേര് ഡിറ്റക്റ്റീവ് ജട്ട്പട്ട്. ഇദ്ദേഹം കേസെല്ലാം ഫട്ടാഫട്ട് സോൾവ് ചെയ്യും. എത്രയും പെട്ടെന്ന് ആ കള്ളനെ കണ്ടുപിടിച്ചേ പറ്റൂ. പെട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ ഈ സിറ്റി മൊത്തം വൺ വേർഡിൽ പറഞ്ഞാൽ ഹാൾട്ട്. നമ്മുടെ സൺ സിറ്റി അങ്ങനെ ഹാൾട്ട് ആവാൻ ഞാൻ സമ്മതിക്കില്ല. ആ കള്ളനെ കണ്ടുപിടിക്കാൻ ഇപ്പോ എപ്പോഴും പെട്രോൾ ഉള്ള ഒരു സ്ഥലം ആദ്യം കണ്ടെത്തണം. കാരണം ആ കള്ളൻ പെട്രോൾ മോഷ്ടിക്കാൻ തീർച്ചയായും അവിടെ എത്തും. ടെമ്പോ അണ്ണന് 3 കാര്യങ്ങൾ ജീവനാണ്. എന്റെ ഗ്രാമം, എന്റെ ദേശം, പിന്നെ എന്റെ കുട്ടികൾ. രാവിലെ എഴുന്നേറ്റതും ആദ്യം ഞാൻ എന്റെ കുട്ടികളുടെ മുഖത്താണ് നോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, അവരെന്റെ കണ്ണിന്റെ കൺമണിയാണ്. എന്റെ മോള് റാണി പി സുജാത. അടുത്തത് എന്റെ പ്രിയപ്പെട്ട കുട്ടി യെസ് അനിത. അവൾ ശരിക്കും ഒരു കുട്ടി കുറുമ്പിയാണ്. ടി പി ശ്വേത. എന്റെ ഏറ്റവും നല്ല ഇന്റലിജന്റ് ആയ മോള് ആർ വിജയ. ഇപ്പൊ നിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് മോളെ പി സുജാത? ഇന്നലെ കാർബറേറ്ററിൽ നിന്നും ഒരുപാട് അഴുക്ക് ഞാൻ എടുത്തു മാറ്റി. ഇപ്പൊ നിന്റെ ഹെൽത്ത് പെർഫെക്റ്റ് ആണല്ലോ. എന്നാൽ പിന്നെ 2-3 ദിവസത്തേക്ക് നല്ലോണം റെസ്റ്റ് എടുത്തോ. നിങ്ങൾ എല്ലാവരും ആഹാരം നല്ലോണം കഴിച്ചതല്ലേ? എല്ലാവരുടെ പെട്രോൾ ടാങ്കും ഫുൾ ആണല്ലോ അമ്മ. ഗുഡ് മോർണിംഗ് ടെമ്പോ അണ്ണ. സുപ്രഭാതം കിക്കോ, ട്വിങ്കിൾ പിന്നെ ഡോഡോ. എന്താ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട്?
സൺസിറ്റിയിലുള്ള എല്ലാ വണ്ടികളിൽ നിന്നും പെട്രോൾ അടിച്ചു മാറ്റിയിരിക്കുക. അപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ എല്ലാ വണ്ടിയിലും പെട്രോൾ ഫുൾ ആണെന്ന്. അത് വണ്ടിയല്ല, എന്റെ ഡോട്ടർ. അല്ല, നീ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ പെട്രോൾ മോഷ്ടിച്ചെന്നോ? ഓ അമ്മ, അപ്പ, തമ്പി. ടെമ്പോ അണ്ണൻ എന്ത് തെറ്റ് ചെയ്താലും അടുത്തവന്റെ സാധനം ഒരിക്കലും അടിച്ചു മാറ്റില്ല. അല്ലല്ല, ഞാൻ നിങ്ങളെയല്ല കള്ളനെന്ന് പറഞ്ഞത്. ഞങ്ങൾ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ശരിക്കും ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, സത്യമായിട്ടും പറയുകയാണ്. അപ്പൊ എന്തർത്ഥത്തിലാ പറഞ്ഞത്? കീക്കോ പറഞ്ഞതിന്റെ അർത്ഥം അതായത് എവിടുന്നോ ഒരു കള്ളൻ വന്ന എല്ലാ പെട്രോളും മോഷ്ടിച്ചോണ്ട് പോയി. ഇപ്പൊ നിങ്ങളുടെ വണ്ടി മാത്രമാണ് ബാക്കി. ആ പെട്രോൾ കള്ളൻ തീർച്ചയായിട്ടും ഇവിടെ വരും. ആ സമയത്ത് നമ്മൾ അവനെ ചുറ്റി വളഞ്ഞു പിടിക്കണം. ഓക്കെ, ഞാൻ എന്റെ സ്റ്റിക്കിന് പോലും പ്യുർ കോക്കനട്ട് ഓയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾ ആരും പേടിക്കേണ്ട മക്കളെ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട്. കള്ളൻ ചിലപ്പോൾ ഓടി വരും, നടന്നു വരും. പക്ഷെ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ആംബുലൻസിലായിരിക്കും. ഇപ്പൊ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിന് വൺ വേർഡിൽ പറയുകയാണെങ്കിൽ അലേർട്ട്. Lungi dance, 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 lungi dance. Lungi dance, 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 lungi dance. ഇത്ര നേരമായിട്ടും കള്ളനെ കാണുന്നില്ലല്ലോ. എനിക്കിപ്പോ ശരിക്കും ഉറക്കം വരുന്നു. അവനെ കണ്ടാൽ ഏതാണ്ടൊരു രാക്ഷസനെ പോലുണ്ടല്ലോ. മോൺസ്റ്ററിന്റെ കഥയിൽ വരുന്നത് പോലെ. എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? പേടിച്ചത് കൊണ്ട് ഒന്നും മാറില്ല. ഇപ്പോൾ നമ്മൾക്ക് എന്താ ആവശ്യം അറിയാലോ. അതിന് വൺ വേർഡിൽ പറയുകയാണെങ്കിൽ ധൈര്യം. ഹോ, അവൻ ഇങ്ങനെയാണ് പെട്രോൾ മോഷ്ടിക്കുന്നതല്ലേ? അവൻ എത്ര വലിയ രാക്ഷസനായാലും ശരി, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരു സാധനവും നമ്മൾ അടിച്ചു മാറ്റാൻ സമ്മതിക്കില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിന് വൺ വേർഡിൽ എങ്ങനെയാ പറയേണ്ടത്? അറ്റാക്ക്! വേണ്ട, നിക്ക്. സംഗതി ഗുലുമാലായോ? എന്റെ അമ്മോ, എന്നെ വീട്ടേക്ക്. ഒരൊറ്റ അടിയിൽ മോൺസ്റ്ററിനെ 3 പീസാക്കി കളഞ്ഞല്ലോ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? എടാ കള്ളക്കുട്ടി രാക്ഷസ, ഇപ്പോൾ നീ ഈ നിമിഷം വൺ വേർഡിൽ ഞാൻ പറഞ്ഞത് ചെയ്യണം. സറണ്ടർ. വേണ്ട, ദയവ് ഇത് ഞങ്ങളെ അടിക്കരുത് പ്ലീസ്. കാരണം അടിച്ചു മാറ്റുന്നതിലും കിങ് ആണ് ടോണി ബോസ്. അതുപോലെ അടി വാങ്ങുന്ന കാര്യത്തിലും നമ്മുടെ ടോണി ബോസ് കിങ് ആണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ പടപട പപ്പടം. അപ്പൊ നമ്മുടെ ഈ സൺസിറ്റിയിലെ മൊത്ത പെട്രോൾ മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ നീയാണല്ലേ? അല്ല. മോഷ്ടിച്ചെന്നോ? പിന്നെന്ത്? ടോണി ബോസ് പറഞ്ഞത് ഇവിടുള്ള ജനങ്ങളുടെ കയ്യിൽ ഒട്ടും പെട്രോൾ ഇല്ലാതെ വരുമ്പോൾ നമ്മളെ കയ്യിൽ മാത്രം പെട്രോൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേറ്റസ് അത് വേറെ രീതിയിലായിരിക്കും. വാടക ടാക്സിയിൽ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് സുഖമായിട്ട് സൺസിറ്റി ഒന്ന് ചുറ്റി കറങ്ങാലോ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ടെമ്പോ അണ്ണന്റെ കയ്യിൽ മാത്രമേ പെട്രോൾ ഉള്ളെന്ന്. അതുകൊണ്ടാ പെട്രോൾ അടിച്ചു മാറ്റാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ടോണി ബോസിന്റെ ബ്രെയിൻ ഇപ്പോൾ ലോക്കാണ്. അയാളുടെ ഓരോ പ്ലാനും ഫ്ലോപ്പ് ആണ്. അപ്പൊ പിന്നെ ടോണിയും റോൾ നമ്പർ 420യും പെട്രോൾ മോഷ്ടിച്ചില്ലെങ്കിൽ പിന്നെ അത് ചെയ്തത് ആരാണ്? എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ പെട്രോൾ കള്ളൻ എന്റെ വണ്ടിയിലുള്ള എല്ലാ പെട്രോളും അടിച്ചു മാറ്റി പോയി കഴിഞ്ഞു. ഞാനിപ്പോ എന്ത് ചെയ്യും? ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്റെ കുട്ടികൾ, അവരുടെ വയറെല്ലാം ഇപ്പോൾ എംപ്റ്റി ആണ്. ഇവിടെ പെട്രോളിന്റെ മണം വരുന്നുണ്ട്. അപ്പൊ കുറച്ചു മുമ്പായിരിക്കും മോഷ്ടിച്ചത്. അതെ, ഇത് കണ്ടോ? പെട്രോൾ തുള്ളികൾ തറയിൽ വീണ് കിടക്കുന്ന അടയാളം കണ്ടോ? ഈ പെട്രോളിന്റെ ഡ്രോപ്സിനെ ഫോളോ ചെയ്താൽ നമുക്ക് ആ പെട്രോൾ കള്ളനെ പിടികൂടാൻ പറ്റും. പക്ഷെ കുറച്ചു സമയത്തിനുള്ളിൽ ഈ പെട്രോൾ ഡ്രോപ്സ് എല്ലാം എവാപറേറ്റ് ആയി മാഞ്ഞു പോകും.
ഓ, കള്ളനെ പിടികൂടാനുള്ള ലാസ്റ്റ് ചാൻസ് മിസ്സായി പോയല്ലോ. പെട്രോൾ ഒരിക്കലും അങ്ങനെ എവോപ്പറേറ്റ് ആവില്ല. ഈ ടെമ്പോ അണ്ണന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. താങ്ക് യു ടെമ്പോ അണ്ണ. ഈ ലൈൻ ഫോളോ ചെയ്താൽ നമുക്ക് കള്ളനെ കണ്ടുപിടിക്കാം. വേഗം, അതിവേഗം R7 ഇന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ ആ ഫയർ ലൈനിനെ ഫോളോ ചെയ്യ്. അത് നമുക്ക് ആ പെട്രോൾ കള്ളനെ കാണിച്ചു തരും. ഓക്കേ. ഫയറിന്റെ ലൈൻ ഇതുവരെ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ഗോഡൌണിനകത്തായിരിക്കും ആ കള്ളൻ പെട്രോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും പെട്രോൾ അവൻ എന്തിനാ മോഷ്ടിച്ചത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ആ രഹസ്യം നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മനസ്സിലാവും. ഇവിടെയുള്ള മൊത്തം പെട്രോളും ഒരേ സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. ആ ബ്ലാങ്കറ്റിനടിയിൽ എന്താണുള്ളത്? വെടിക്കെട്ട് പൊട്ടും, എല്ലാരും ഒന്ന് ഞെട്ടും. നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലത്ത് വരാൻ പാടില്ലായിരുന്നു. ഗുഡ് ഈവനിങ് മിസ്റ്റർ. നിങ്ങളും അതുപോലെ പെട്രോൾ ഒരിക്കലും മോഷ്ടിക്കരുതായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ എല്ലാവരുടെ പെട്രോളും തിരിച്ചങ്ങ് കൊടുത്തേക്കണം. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ഈ പെട്രോൾ എനിക്ക് വളരെയധികം ആവശ്യമാണ്. അതെന്തിനാണെന്ന് അറിയാമോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സോറി കൊച്ചു കുട്ടികളെ, ഇതാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം, ദ ഡ്രാഗൺ കാർ. നിങ്ങൾ കുട്ടികളാണെങ്കിലും ഭയങ്കര ഇന്റലിജന്റ് ആണ്, സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ നേരത്തെ തന്നെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നിൽക്ക്. നിങ്ങൾ മോഷ്ടിച്ച സാധനം തിരിച്ചു കൊടുക്കാത്തത് വരെ നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. അത് തന്നെയാടാ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് കൊച്ചനെ. ഇന്നാ ഒരൽപ്പം നിങ്ങൾ വാങ്ങിച്ചോ. പേടിച്ചു പോയോ? വളരെ നല്ല കാര്യം. പേടിച്ചോടുന്നവൻ രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ മറ്റുള്ളവരെയും പറഞ്ഞയച്ചേക്കാം. ഇല്ല പ്രൊഫസർ ഫോട്ടോൺ, റൈറ്റ് ഒരിക്കലും റോങ്ങിനെ കണ്ട് പേടിക്കില്ല. പേടിക്കേണ്ടത് നിങ്ങളാണ്, കാരണം നിങ്ങളാണ് റോങ്. റോങ് എപ്പോഴും റൈറ്റിന് മുൻപിൽ തോറ്റുപോകും. ഓക്കേ. എടാ കൊച്ചന്മാരെ, നിങ്ങളുടെ ഒപ്പം ഇങ്ങനെയൊക്കെ കളിക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ കാരണം ഞാനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്റെ ഡ്രാഗൺ കാറിൽ ഇനിയും 15 ദിവസത്തെ പെട്രോൾ ഉണ്ട്. സിറ്റിയിലെ ജനങ്ങൾ അത്രയും പേരെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ എനിക്ക് ഒരു ചില മണിക്കൂറുകൾ മാത്രം മതി. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സാമ്പിൾ നോക്കൂ. അടുത്തടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോളൂ.
വന്നിരിക്കുന്ന ഓരോരുത്തന്മാര് പെട്രോള് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പിടിച്ചോ ഒരു ചെറിയ സാമ്പിൾ. ഓക്കേ, ബൈ ബൈ, സീ യു. നമുക്ക് പിന്നെ കാണാം. വീണ്ടും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കേ. വെടിക്കെട്ട് പൊട്ടും, എല്ലാരും ഒന്ന് ഞെട്ടും. ബൈ ബൈ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. താങ്ക് യു സൂപ്പർ സ്പീഡോ. നമ്മൾ എത്രയും പെട്ടെന്ന് സിറ്റിയിൽ ചെന്നെത്തണം. ആ പ്രൊഫസറിനെ തടഞ്ഞു നിർത്തണം. ഓക്കെ ബഡി കിക്കോ, പ്രൊഫസറെ നമുക്ക് പിടിക്കാം. നീ പറഞ്ഞാൽ ഞാൻ പറക്കും. പെട്രോൾ കളനെയും പിടിക്കാം. സിറ്റിയെ നമുക്ക് രക്ഷിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ മിന്നൽ വേഗത്തിൽ പറക്കാം. പ്രിയപ്പെട്ട മാന്യ മഹാജനങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, അതായത് ഈ സൺസിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും ഇതെന്താ? ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ, 1 2 3 4. ശരി, ഓക്കെ. ഞാൻ പറയുന്നത് കേൾക്കൂ സിറ്റി വാസികളെ. നിങ്ങളുടെ പെട്രോൾ ഞാനിതാ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ പോകുന്നു. ഓടി രക്ഷപ്പെടുന്നതല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. ഇങ്ങനെ പോയ നമ്മുടെ സിറ്റി മൊത്തം നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യം ഓടാം, നിങ്ങൾ എല്ലാവരും എന്റെ പുറകിൽ തന്നെ ഓടി വരണം. വേണ്ട, നിൽക്കൂ. റൈറ്റ് ഒരിക്കലും റോങ്ങിനെ കണ്ട് പേടിച്ചോടില്ല. പേടിച്ചോടേണ്ടത് എപ്പോഴും റോങ് മാത്രമാണ്. കിക്കോ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ആരും ഇവിടെ നിന്ന് പേടിച്ചോടരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കില്ല അല്ലേ? ശരി, ഓക്കെ. ഇന്ന് പിടിച്ചോ. വെടിക്കെട്ട് പൊട്ടും, എല്ലാരും ഒന്ന് ഞെട്ടും. ഇവൻ എല്ലാ സ്ഥലങ്ങളും തീ കൊണ്ട് നശിപ്പിക്കുകയാണല്ലോ. തീ അണയ്ക്കാൻ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. എന്ത് ചെയ്യും? സൂപ്പർ സ്പീഡോ, നമുക്ക് സിറ്റിയിൽ കത്തിയിരുന്ന തീ അണയ്ക്കണം. അതിനിപ്പോ നമുക്ക് ഒരുപാട് വെള്ളം വേണം. ഓക്കെ ബഡി, അത് വളരെ സിമ്പിൾ ആണ്. വെള്ളം കൊണ്ട് നമുക്ക് തീ അണയ്ക്കാം. ആദ്യം തീ അണയ്ക്കാം, എന്നിട്ട് പ്രൊഫസറിന് ഒരു തിരിച്ചടി നൽകാം. നീ പറഞ്ഞത് ശരിയാണ് സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 70 അപ്ലൈ ചെയ്യ്. ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 70. Professor, you better be scared. We're coming for you, so don't you dare. Don't do anything that's wrong on the side. Save Sun City, you better go and hide. You better go and hide. You better go and hide. Thanks for the entertainment. പക്ഷേ എത്ര പ്രാവശ്യം തീ അണയ്ക്കും? നീ ഒരു സ്ഥലത്ത് തീ അണയ്ക്കുമ്പോൾ ഞാൻ 10 സ്ഥലത്ത് തീ കത്തിക്കും. ഇങ്ങനെ പോയാൽ തീ അണയ്ക്കുന്ന കാര്യം വൺ വേർഡിൽ പറഞ്ഞാൽ ഇംപോസിബിൾ. ഇനി നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ, പിന്നെ നമുക്ക് ഒരു പക്ഷേ കാണാൻ പറ്റിയില്ലെങ്കിലോ? തീ അണയ്ക്കാൻ ഇപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ. തീ കത്തിക്കുന്ന ആ കാറിനെ ആദ്യം നശിപ്പിക്കണം. തീ കത്തിക്കുന്ന ആ ഡ്രാഗൺ കാറിനെ ആദ്യം ടാർഗറ്റ് ചെയ്. ഡ്രാഗൺ കാറിന്റെ വായിൽ വെള്ളം ഒഴിച്ചാൽ പിന്നൊരിക്കലും തീ കത്താൻ ചാൻസ് ഇല്ല. പക്ഷേ പെട്രോൾ തീയെ നമുക്ക് വെള്ളം കൊണ്ട് അണയ്ക്കാൻ പറ്റില്ല. അത് മണ്ണ് കൊണ്ട് വേണം അണയ്ക്കാൻ. ഐഡിയ. ഇവിടെ കിക്കല്ല ആവശ്യം, ട്രിക്കാണ് ആവശ്യം. എങ്ങോട്ടാടാ ഓടി ഒളിയുന്നത് കൊച്ചന്മാരെ? പ്രൊഫസർ ഫോട്ടോനോട് കളിച്ചതിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. എല്ലായിടത്തും വെടിപൊട്ടിക്കും, എല്ലാവരും ഞെട്ടും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 32 അപ്ലൈ ചെയ്യ്. ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 32.
ഞാൻ വിചാരിച്ചതിനേക്കാളും നീ ഭയങ്കര ബുദ്ധിശാലിയാണ് കീക്കോ. പക്ഷേ നീ ഇപ്പൊ ചെയ്ത ട്രിക്കിന് നിനക്ക് ശിക്ഷ ലഭിക്കുന്നതാണ് കീക്കോ. എന്റെ ദൈവമേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? 2 വേർഡ്സിൽ ഇത് ഡേഞ്ചറസ് ആണ്. ഡിറ്റക്റ്റീവ് ചട്ട്പറ്റ് ഇവിടെ ഉള്ളപ്പോൾ ഏത് കള്ളൻ എവിടെ പോയി ഒളിഞ്ഞാലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. എടാ മൊട്ടത്തലയ മരമണ്ടച്ചാരി മണ്ണുണ്ണി, പറന്ന് പറന്ന് കളിച്ച് നീ തലയും കുത്തി താഴെ വീണ് കിടക്കുന്നത് കണ്ടോ മൊട്ടത്തലയ? ഓ, സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അവന്റെ വായിക്കകത്ത് മണ്ണ് കയറിയിരിക്കാന്നാ. അതുകൊണ്ട് അവന് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇവൻ കൊറേ നേരമായിട്ട് ചലച്ചോണ്ടിരിക്കായിരുന്നല്ലോ. ഇപ്പൊ എന്താടാ, നാവിറങ്ങിപ്പോയോ? താങ്ക് ഗോഡ്. Check it out. Yeah. Come on, let's go. എട എൻ മണ്ണിൽ റോങ്ങെന്നും ജയം എന്നതില്ല, എന്നുമേ ഉള്ളതിൽ തോൽവി എന്നതില്ല. ഞങ്ങൾ തരമെന്നും മനസ്സിന്റെ ആഴത്തിൽ വച്ച് 3 പേരും എന്നുമേ ജയിക്കുന്നു കൂട്ടം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എവിടെയും ഇന്നും ഉദിച്ചുയരാം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എപ്പോഴും ഞങ്ങൾ ജയിച്ചുയരാം. കിക്കിയുടെ സൂപ്പർ സ്പീഡ്, എപ്പോഴും സ്പീഡ്, വ്യത്യസ്തൻ കോഡ് വിജയത്തിൻ മന്ദിരം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എവിടെയും ഇന്നും ഉദിച്ചുയരാം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എപ്പോഴും ഞങ്ങൾ ജയിച്ചുയരാം. വീണ മേരെ യത്നം, എപ്പോഴും സ്പീഡ്, കിക്കോ സ്പീഡ് ഉണ്ടെങ്കിൽ you don't worry. ആഹാ, അത് സത്യം, അതെ, you don't worry. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.